30 വർഷം കൊണ്ട് 300ഓളം ട്രിപ്ലറ്റ്സിനെ ഡെലിവറി ചെയ്യുക, അത് നമ്മുടെ കൊച്ചു കേരളത്തിൽ. സൈമർ ദ വിമൻസ് ഹോസ്പിറ്റലാണ് ഈ റിമാർക്കബിൾ സയൻറ്റിഫിക് അച്ചീവ്മെൻറ്റ് നേടിയെടുത്തിരിക്കുന്നത്. അത് ഒഫീഷ്യലി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രിപ്ലറ്റ്സിൻ്റെ, ഈ 300ഓളം ട്രിപ്ലറ്റ്സിൻ്റെ ഒരു ഗെറ്റ് ടുഗെദർ പോലെ അവർ ഈ സൺഡേ കൊച്ചിയിൽ നടത്തുകയും ചെയ്തു, ട്രിപ്പിൾ ജോയ് എന്ന പേരിൽ. ശരിക്കും സയൻസിൻ്റെ എന്തൊരു അഡ്വാൻസ്മെൻറ്റും എന്തൊരു അച്ചീവ്മെൻറ്റും ആണല്ലേ. സാധാരണഗതിയിൽ തന്നെ ഒരു പ്രഗ്നൻസിയിൽ എന്തോരം കോംപ്ലിക്കേഷൻസ് വരാം. കുട്ടികളുടെ എണ്ണം 2 ആകുമ്പോൾ ആ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതകൾ വീണ്ടും കൂടും. ട്രിപ്ലറ്റ് പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗർഭിണിയിൽ തന്നെ 3 കുട്ടികളുള്ള അവസ്ഥയാണ്. അപ്പോൾ പ്രഗ്നൻസി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസും സങ്കീർണതകളും റിസ്കുകളെല്ലാം അതേപോലെ കൂടും. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ അറിയാവുന്ന എക്സ്പേർട്സ് വേണം, ഡോക്ടേഴ്സ് വേണം, സ്റ്റാഫ് വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം. ഇതെല്ലാം ഉണ്ടായിരുന്നു സൈമർ ദ വിമൻസ് ഹോസ്പിറ്റലിൽ. അങ്ങനെ 30 വർഷ കാലയളവിൽ അവർ 300ഓളം ട്രിപ്ലറ്റ്സിനെയാണ് ഡെലിവറി ചെയ്തിരിക്കുന്നത്. മീൻസ് ഇത് ഒരിക്കലും ഇനി റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു റെക്കോർഡാണ്. കാര്യം ഇപ്പോൾ നമ്മൾ 2ൽ കൂടുതൽ കുട്ടികളുള്ളപ്പോൾ പേരൻസിന് കുട്ടികളുടെ എണ്ണം കുറയ്ക്കാൻ, അതായത് ഫീറ്റൽ റിഡക്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കും, ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി. മോസ്റ്റ് പേരൻസ് അതിന് ഓപ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ട്രിപ്ലറ്റ് ഡെലിവറീസിൻ്റെയൊക്കെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മീറ്റപ്പിന് 30 വയസ്സുള്ള ട്രിപ്ലറ്റ്സ് മുതൽ ഇപ്പോൾ 6-7 മാസമുള്ള ട്രിപ്ലറ്റ്സ് വരെ വന്നിട്ടുണ്ടായിരുന്നു. എന്തൊരു അച്ചീവ്മെൻ്റ് ആണല്ലേ, എന്തൊരു ഫീറ്റാണ്. ട്രൂലി റിമാർക്കബിൾ. ഐ എം സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ.